ഡിയർ സ്റ്റുഡൻറ്റ്, നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ചാപ്റ്റർ 5 ആണ്, അഥവാ സ്വാപ്സ്. അപ്പോൾ ഡെറിവേറ്റീവ്സിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡെറിവേറ്റീവ്സുകളാണ് നമ്മൾ ഈ ഒരു ടെക്സ്റ്റ് ബുക്കിൽ മൊത്തം നമ്മൾ പഠിക്കുന്നത് അല്ലേ. ഫോർവേഡ്, ഫ്യൂച്ചർ, ഓപ്ഷന് 3 നമ്മൾ പഠിച്ചു. ഇനി 4ാമത്തെ ഒരു ടൈപ്പാണ് ഏത്, സ്വാപ്സ് എന്ന് പറയുന്നത്. ഇതെന്താണ്, ഡെറിവേറ്റീവ്സ് ആണ്. ഡെറിവേറ്റീവ്സ് മീൻസ് ഹെഡ്ജിങ് നടത്താനുള്ള വേണ്ടിയിട്ടുള്ള ഒരു ഇൻസ്ട്രുമെൻ്റാണ്. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള ഒരു കാര്യമാണ് ഈ ഓപ്ഷനും ഫോർവേഡും ഫ്യൂച്ചറിൻ്റെ ഒക്കെ പോലെയുള്ളൊരു കാര്യമാണ് സ്വാപ്സ് എന്ന് പറയുന്നത് കേട്ടോ. സ്വാപ്സ് എന്ന് പറയുന്നത്. അപ്പോൾ സ്വാപ്സും എന്താണ്, ഒരു ഡെറിവേറ്റീവ് ഇൻസ്ട്രുമെൻ്റ് ആണെന്ന് മനസ്സിലാക്കുക. ഇവിടെ സ്വാപ്സിൽ പ്രധാനമായിട്ടും എന്താണ്, എക്സ്ചേഞ്ച് ആണ് നടക്കുന്നത്. അപ്പോൾ എക്സ്ചേഞ്ചിലൂടെ നമ്മൾ എന്ത് ചെയ്യാണ്, റിസ്കിനെ എലിമിനേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 2 വ്യക്തികളുണ്ട്, അരുണും വരുണും. അരുണും വരുണും എന്ന് പറയുന്നത് ഞാൻ എക്സാമ്പിളിലൂടെ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ്. അരുണും വരുണും 2 ആളുകളുണ്ട്. അരുണിനും 90 ലക്ഷം വേണം, വരുണിനും 90 ലക്ഷം വേണം. 2 ആൾക്കും സെയിം എമൗണ്ട്, പ്രിൻസിപ്പൽ എമൗണ്ട് ആണ് വേണ്ടത്. ലോൺ എടുക്കുകയാണ് വിചാരിക്കുക, അല്ലെങ്കിൽ ലോൺ എടുക്കുകയാണ്. അപ്പോൾ അതിൽ ഒരാൾ HDFCന്നും ഒരാൾ SBI സ്റ്റേറ്റ് ബാങ്കിൽ നിന്നുമാണ് എടുക്കുന്നത്. അരുണിന് വേണ്ടത് ഫ്ലോട്ടിംഗ് ഇൻട്രസ്റ്റ് റേറ്റ് പ്രകാരമുള്ള ഒരു ലോണാണ് വേണ്ടത്. വരുണിന് വേണ്ടത് ഫിക്സ്ഡ് ഇൻട്രസ്റ്റ് പ്രകാരമുള്ള ഒരു ലോണാണ് വേണ്ടത്. വരുണിന് ഫിക്സ്ഡും ആണ് വേണ്ടത്, അരുണിന് ഫ്ലോട്ടിങ്ങും ആണ് വേണ്ടത്. പക്ഷേ അവർക്ക് ലോണ് പാസ്സായി വന്നപ്പോൾ അരുണിന് ഫിക്സ്ഡും ആയി, വരുണിന് ഫ്ലോട്ടിങ്ങും ആയി. അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയി. മനസ്സിലാകുന്നുണ്ട്? അങ്ങനെയാണ് അവർക്ക് ലോണ് പാസ്സായത് എന്ന് വിചാരിക്കുക. അപ്പം നമ്മൾ അല്ലെങ്കിൽ അവിടെ നടക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഇവരുടെ 2 പേരുടെയും ലോണുകൾ എന്ത് ചെയ്യാണ്, അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് റേറ്റുകൾ അവിടെ എക്സ്ചേഞ്ച് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരെണ്ണത്തിന് പകരം മറ്റൊന്ന് ട്രാൻസ്ഫർ ആയിട്ട് കൊടുക്കുക. ഇവിടെ 2 ആളുകളുടെ നീഡും ഒന്ന് തന്നെയാണ്. അപ്പം നീഡുകൾ മാത്രമാണ് എന്ത് ചെയ്യുന്നത്, ട്രാൻസ്ഫർ ആകുന്നത്. അപ്പോൾ ഇത് ട്രാൻസ്ഫർ ആക്കി കഴിഞ്ഞാൽ അരുണിന് ഫ്ലോട്ടിംഗ് ആണ് വേണ്ടത്, പക്ഷേ ഫിക്സ്ഡ് ആണ് കിട്ടിയത്. അപ്പോൾ വരുണിന് ഫിക്സ്ഡ് ആണ് വേണ്ടത്, ഫ്ലോട്ടിംഗ് ആണ് കിട്ടിയത്. അപ്പോൾ വരുണിന് കിട്ടിയ ഫ്ലോട്ടിങ് അരുണിന് കൊടുക്കുകയും അരുണിന് കിട്ടിയ ഫ്ലോട്ടിങ് ഫിക്സ്ഡ് വരുണിന് കൊടുക്കുകയും ചെയ്തു. അപ്പോൾ അവിടെ ക്ലിയറായി. അപ്പോൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയതുകൊണ്ട് അവർ ചെയ്തൊരു പ്രോസസ്സാണ് ഈ എക്സ്ചേഞ്ചിങ് എന്ന് പറയുന്നത്. 2 ഇൻട്രസ്റ്റ് റേറ്റുകളും അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്തു, ഒന്ന് മറ്റൊന്നിന് പകരമായിട്ട് കൊടുത്തു എന്നുള്ളതാണ്. അപ്പോൾ അവിടെ എന്തായി മാറി, ആ ഒരു റിസ്ക് അവിടെ എലിമിനേറ്റ് ചെയ്തു എന്നുള്ളതാണ്. ഇതാണ് എന്ത്, സ്വാപ്സ് എന്ന് പറയുന്നത്. മനസ്സിലാകുന്നുണ്ടോ? സ്വാപ്സ് ഒരു എക്സാമ്പിളിലൂടെ ഞാൻ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തിയതാണത് കേട്ടോ. ഓക്കെ, ഇനി നോക്കുക. സ്വാപ്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ലിറ്ററലി മീൻസ് എക്സ്ചേഞ്ച്. ഇതൊരു എക്സ്ചേഞ്ച് ആണ്. ഇറ്റ് റെഫേഴ്സ് ടു എക്സ്ചേഞ്ചിങ് എ റിട്ടേൺ ഫോർ അനദർ. നമ്മൾ ഒന്ന് മറ്റൊന്നിന് വേണ്ടിയിട്ട് എക്സ്ചേഞ്ച് ചെയ്യുകയാണ് ചെയ്യുന്നത്. സ്വാപ്സ് ഈസ് ആൻ എഗ്രിമെൻറ്റ് ബിറ്റ്വീൻ 2 പാർട്ടീസ് ടു എക്സ്ചേഞ്ച് സീരീസ് ഓഫ് ക്യാഷ് ഫ്ലോ ഓവർ പീരിയഡ് ഓഫ് ദ ഫ്യൂച്ചർ. നമ്മുടെ ഭാവിയിൽ ഓവർ പീരിയഡ് ഓഫ് ഫ്യൂച്ചറിൽ ക്യാഷ് ഫ്ലോൻ്റെ സീരീസ് പ്രകാരം നമ്മൾ 2 പാർട്ടീസുകൾ തമ്മിൽ എക്സ്ചേഞ്ച് ചെയ്യുക എന്നുള്ള ഒരു എഗ്രിമെൻ്റാണ് ഏത്, സ്വാപ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊരു എഗ്രിമെൻ്റാണ്. 2 ആളുകളുണ്ടാവും, സെയിം ആയിട്ടുള്ള നീഡുകളുള്ള 2 ആളുകൾ ഇതിലുണ്ടാവും. അവർ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യുന്നു, കൈമാറ്റം ചെയ്യുന്നു എന്നുള്ളതാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത്. ഈ കൈമാറ്റം ചെയ്യുന്നത്, എക്സ്ചേഞ്ച് ചെയ്യുന്നത് ഓവർ ദ കൗണ്ടറിലൂടെയാണ്. ഓവർ ദ കൗണ്ടറിലൂടെ നമ്മൾ ചെയ്യുമ്പോൾ അവിടെ സെക്യൂരിറ്റി ഇല്ല, സേഫ് അല്ല, റിസ്ക് കൂടുതലാണ് ഒക്കെ പഠിച്ചിട്ടുണ്ട്. അതൊക്കെ ഇവിടെയുണ്ട്. റിസ്ക് കൂടുതലാണ് ഓവർ ദ കൗണ്ടറിലൂടെ ആയതുകൊണ്ട്. പിന്നെ അതുപോലെ ബൈലാറ്ററൽ തന്നെയാണ്. അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ ഇതിനും വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഒന്നുകൂടെ പറയാം. സ്വാപ്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് റെഫേഴ്സ് ടു എക്സ്ചേഞ്ച് തിങ്സ് എ റിട്ടേൺ ഫോർ അനദർ, അല്ലെങ്കിൽ ഇറ്റ് ഈസ് ആൻ എഗ്രിമെൻറ്റ് ബിറ്റ്വീൻ 2 പാർട്ടീസ് എക്സ്ചേഞ്ച് സീരീസ് ക്യാഷ് ഫ്ലോ ഓവർ ദ പീരിയഡ് ഓഫ് ദ ഫ്യൂച്ചർ. ദെൻ അതുപോലെ തന്നെ വേറൊരു ഇൻ ഷോർട്ടിൽ പറയുകയാണെങ്കിൽ സ്വാപ്സ് ആൻ എഗ്രിമെൻറ്റ് ബിറ്റ്വീൻ 2 പാർട്ടീസ് ഇൻ ഓർഡർ ടു ട്രേഡ് ഫ്യൂച്ചർ ക്യാഷ് ഫ്ലോ എന്നാണ്.
സോ ഇവിടെ വേറൊരു കാര്യമുള്ളത്, ഇവിടെ ഇതൊരു ഓവർ ദ കൗണ്ടറിൽ ആയതുകൊണ്ട് തന്നെ നോട്ട് സ്റ്റാൻഡേർഡാണ്. ഇവിടെ സ്റ്റാൻഡേർഡൈസ്ഡ് ആയിട്ടുള്ള ഒരു ട്രേഡ് അല്ല നടക്കുന്നതെന്ന് മനസ്സിലാക്കുക. കാരണം കൗണ്ടറിനെ പുറത്തു കൂടെ നടക്കുമ്പോൾ അവിടെ ഇൻ്റർമീഡിയറ്റ് ആയിട്ട് ഒരു വ്യക്തി ഉണ്ടായിരിക്കും. അവർ പറയുന്ന കാര്യങ്ങളാണ് അവിടെ പ്രാധാന്യം ഒക്കെ മനസ്സിലാക്കുക. അത് നമ്മൾ ഫോർവേഡ് പഠിച്ചപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ടാകും. അത് ഓവർ ദ കൗണ്ടറിലൂടെ ആയിരുന്നു അല്ലേ. അതിൻ്റെ എല്ലാ കാര്യങ്ങളും ഇവിടെയും ഉണ്ട് എന്ന് മനസ്സിലാക്കുക. സ്റ്റാൻഡേർഡൈസ്ഡ് ആയിട്ടുള്ളൊരു കോൺട്രാക്റ്റ് അല്ല, നോട്ട് സ്റ്റാൻഡേർഡൈസ്ഡ് കോൺട്രാക്റ്റ് കേട്ടോ. They are not trade on exchange. They are over the counter contract. They are customized to the needs of both parties. ഇതെന്താണ്, രണ്ട് പാർട്ടീസുകൾ തമ്മിലുള്ളതാണ്. സെയിം നീഡുകളുള്ള രണ്ട് പാർട്ടീസുകളാണ് ഉണ്ടാവുക. അഥവാ സെല്ലറും ബയ്യറും തന്നെയാണ് ഇവിടെയുള്ളത്. അവർ നിർമ്മിച്ച അല്ലെങ്കിൽ അവർ കസ്റ്റമൈസ് ചെയ്ത ഒരു കോൺട്രാക്റ്റാണ് സ്വാപ്സ് എന്ന് പറഞ്ഞാൽ. സ്വാപ്സ് അപ്പോൾ എന്താണെന്ന് മനസ്സിലായല്ലോ. സ്വാപ്സിനെ കുറിച്ചിട്ട് ഒരു ഉദാഹരണം ഉണ്ടാവണം, എന്നാലേ ബാക്കിയുള്ളത് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ സ്വാപ്സ് എന്താണെന്ന് മനസ്സിലായല്ലോ. അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്ന, എക്സ്ചേഞ്ച് ചെയ്യുന്ന ഒരു കോൺട്രാക്റ്റാണ്, ഒരു എഗ്രിമെൻ്റാണ്. ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു എഗ്രിമെൻ്റാണ് ഏത് സ്വാപ്സ് എന്ന് പറയുന്നത്. ഓവർ ദ കൗണ്ടറാണ്, നോ സ്റ്റാൻഡേർഡൈസ്ഡ് ആണ്, ബൈലാറ്ററലാണ്. ദെൻ അതുപോലെ എന്താണ്, ഒന്ന് മറ്റൊന്നിന് പകരമായിട്ട് കൊടുക്കുന്ന ഒരു കാര്യമാണ് സ്വാപ്സ് എന്ന് പറയുന്നത്. ആ എക്സാമ്പിൾ ഒന്ന് ഓർത്ത് വെക്കുക കേട്ടോ. നെക്സ്റ്റ് ഫീച്ചേഴ്സ് ഓഫ് എ സ്വാപ്സ് ആണ്. ഒന്നാമത്തെ പറഞ്ഞിട്ടുള്ളത് ഇറ്റ് ഈസ് എൻ എഗ്രിമെൻറ്റ് ബിറ്റ്വീൻ 2 or more parties എക്സ്ചേഞ്ച് സെറ്റ് ഓഫ് ക്യാഷ് ഫ്ലോ ഓവർ ദ പീരിയഡ് ഓഫ് ഫ്യൂച്ചർ. സെക്കൻഡ് വൺ പറഞ്ഞിട്ടുള്ളത് 2 parties വിത്ത് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് നീഡ്സ് ഓഫ് മസ്റ്റ് കം ഇൻ ടു കോൺട്രാക്ട് വിച്ച് അതർ അല്ലേ. ഇയാൾക്ക് ഫ്ലോട്ടിംഗ് ആണ് വേണ്ടത്, മറ്റൊരാൾക്ക് ഫിക്സഡും ആണ് വേണ്ടത്. മനസ്സിലായോ? അപ്പോൾ ഇയാൾക്ക് കിട്ടിയത് ഫിക്സഡ് ആണ്, വേണ്ടത് ഫ്ലോട്ടിംഗ് ആണ്. അപ്പോൾ ഓപ്പോസിറ്റ് നീഡ് കിട്ടുമ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യുന്നു എന്ന് മാത്രം. ക്ലിയർ? സോ അതുകൊണ്ടാണ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് നീഡ് എന്ന് പറയുന്നത് കേട്ടോ. നെക്സ്റ്റ് സ്വാപ്സ് ഡീൽസ് ഓഫ് എ കസ്റ്റമൈസ്ഡ് ടൈലർ മെയ്ഡ് അല്ലേ. കസ്റ്റമൈസ്ഡ് ആണ്, ടൈലർ മെയ്ഡ് ആണ്. അഥവാ നമ്മൾ ടൈലർ ചെയ്യുക എന്ന് പറയില്ല, നമ്മൾ നമ്മളായിട്ട് ചെയ്യുന്നതാണ് ടൈലർ മെയ്ഡ്. ആൻഡ് ഓവർ ദ കൗണ്ടർ ഡെറിവേറ്റീവ്സ് ആണ് കേട്ടോ. ദർ ആർ നോ സ്റ്റാൻഡേർഡൈസ്ഡ്. ദെൻ അതുപോലെ ഇറ്റ് ഈസ് ദ നാച്ചർ ഓഫ് ലോങ് ടേം എഗ്രിമെൻ്റ്. ഇതൊരു ലോങ് ടേം എഗ്രിമെൻ്റ് ആണ് എന്നും കൂടെ മനസ്സിലാക്കുക കേട്ടോ. ലോങ് ടേം എഗ്രിമെൻ്റ് ആണ്, അഥവാ 2 വർഷം മുതൽ 15 വർഷം വരെയൊക്കെ നീണ്ടു നിൽക്കുന്ന ഒരു ലോങ് ടേം എഗ്രിമെൻ്റ് ആയിരിക്കും സ്വാപ്സ് ഉണ്ടാവുക. ദെൻ അതുപോലെ ത്രൂ ദ ഇൻ്റർമീഡിയറിയാണ്, ഇതിലൊരു ഇൻ്റർമീഡിയറ്റ് ആയിട്ടുള്ള ആളുകൾ ഉണ്ടാകും. ഈ ഇൻ്റർമീഡിയറിയെ നമ്മൾ പറയുന്ന പേരാണ് സ്വാപ്സ് ഫെസിലിറ്റേറ്റർ. ഓക്കെ, സ്വാപ്സ് ഫെസിലിറ്റേറ്റർ എന്നുള്ളത്. അപ്പോൾ സ്വാപ്പ് ഫെസിലിറ്റേറ്റർ ഉണ്ടാവും. ദെൻ അതുപോലെ ബൈലാറ്ററൽ എഗ്രിമെൻ്റ് ആണ്. ദെൻ അതുപോലെ അപ്ഫ്രണ്ട് പേയ്മെൻ്റ് ആണ്, അഥവാ നമ്മൾ 0 വാല്യൂവിൽ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കോൺട്രാക്റ്റ് ആണ് സ്വാപ്സ് എന്ന് പറയുന്നത്. പ്രീമിയം ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല, അതാണ് അപ്ഫ്രണ്ട് പേയ്മെൻറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ നെക്സ്റ്റ് അതുപോലെ ഇതിൽ സ്വാപ്സ് കോൺട്രാക്റ്റ് ദാറ്റ് എക്സ്ചേഞ്ച്, എന്തൊക്കെ എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റും? അസറ്റ്, ലയബിലിറ്റി, കറൻസി, സെക്യൂരിറ്റീസ്, ദെൻ കമ്മോഡിറ്റീസ് എക്സെട്ര. ഇതൊക്കെ എന്താണ്, നമുക്ക് എക്സ്ചേഞ്ച് ചെയ്യാൻ സാധിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ സ്വാപ്സ് കോൺട്രാക്റ്റ് ദാറ്റ് എക്സ്ചേഞ്ച് അസറ്റ്, ലയബിലിറ്റി, കറൻസീസ്, സെക്യൂരിറ്റി, കമ്മോഡിറ്റി ഇതൊക്കെ ഉണ്ട് കേട്ടോ. നെക്സ്റ്റ് നോക്കുക, ടേം യൂസ്ഡ് ഇൻ എ സ്വാപ്സ് കോൺട്രാക്റ്റ്. ഏതൊക്കെ ടേംസ് ആണ് ഇതിൽ യൂസ് ചെയ്യുന്നത്? പാർട്ടീസ് അല്ലേ. പാർട്ടീസ് എന്ന് പറയുന്ന ടേംസ് ഉണ്ട്, അഥവാ നമുക്കറിയാം 2 പാർട്ടീസുകൾ ഉണ്ട് എന്ന് പറയുന്നുണ്ട് അല്ലേ. 2 പാർട്ടീസുകൾ ഉണ്ടെങ്കിൽ ആരൊക്കെയായിരിക്കും? അവിടെ ബയ്യറും സെല്ലറും ഉണ്ടാവും, പേയർ അല്ലെങ്കിൽ റിസീവർ ഉണ്ടാകും. ഈ ഇൻട്രസ്റ്റ് റേറ്റിൻ്റെ ഒക്കെ പ്രകാരം നമ്മൾ നോക്കുമ്പോൾ ഫിക്സ്ഡ് റേറ്റ് പേയറും ഉണ്ടാവും, റിസീവറും ഉണ്ടാവും കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് അപ്പോൾ 2 പാർട്ടീസ് ഉണ്ടെന്ന് മനസ്സിലാക്കുക. ദെൻ അതുപോലെ സ്വാപ്സ് ഫെസിലിറ്റേറ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ ആരാ പറഞ്ഞത്? ഇൻ്റർമീഡിയറേറ്റ് പറയുന്ന മറ്റൊരു പേരാണ് സ്വാപ്സ് ഫെസിലിറ്റേറ്റർ എന്നുള്ളത്. അപ്പോൾ സ്വാപ്സ് ഫെസിലിറ്റേറ്റേഴ്സിന് 2 വ്യക്തികളാണ് ഇതിലുള്ളത്. 2 കൈൻഡ്സ് ഓഫ് സ്വാപ്സ് ഫെസിലിറ്റേറ്റേഴ്സ് ഉണ്ട്. സ്വാപ്പ് ബ്രോക്കർ, സ്വാപ്പ് ഡീലർ. സ്വാപ്പ് ബ്രോക്കർ പറഞ്ഞാൽ നമ്മൾ ഇൻ്റർമീഡിയറിയെ പറയുന്നതാണ് സ്വാപ്പ് ബ്രോക്കർ. അവർക്ക് കമ്മീഷനൊക്കെ ചാർജ് ചെയ്യാൻ സാധിക്കുന്നതാണ്.
കേട്ടോ. കമ്മീഷനൊക്കെ ചാർജ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുപോലെ ഒരു എക്കണോമിക് ഏജൻ്റാണ്. അതുപോലെ പൊട്ടൻഷ്യൽ കൗണ്ടർ പാർട്ടീസിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന ആളാണ്. ഓൺലി ആക്ട് ഓൺലി ഫെസിലിറ്റേറ്റർ എന്ന രീതിയിൽ മാത്രമാണ് അവർ ആക്ട് ചെയ്യുന്നത്. ദെൻ അതുപോലെ കമ്മീഷൻ ചാർജ് ചെയ്യുന്നുണ്ട്. ഇവരാണ് സ്വാപ്സ് ബ്രോക്കർമാർ എന്ന് പറയുന്നത്. സ്വാപ്സ് ഡീലർ എന്ന് പറഞ്ഞാലോ, സ്വാപ്സ് ഡീലേഴ്സ് എന്ന് പറയുന്ന അസോസിയേറ്റഡ് വിത്താണ് കേട്ടോ. അസോസിയേറ്റഡ് ആയിട്ടുള്ള ആളുകളാണ്. ഇൻ്റർമീഡിയറായിട്ട് അല്ലെങ്കിൽ പ്രോഫിറ്റ് മേക്ക് ചെയ്യുന്ന ആളുകൾ ആണ് ആര്, സ്വാപ്സ് ഡീലേഴ്സ്. ഇവർ ഇപ്പം എനിക്ക് വേണ്ടിയിട്ട് തന്നെ ചെയ്യുന്നുണ്ടല്ലോ, അതാണ് സ്വാപ്സ് ഡീലർ എന്ന് പറയുന്നത് കേട്ടോ. നെക്സ്റ്റ് നോഷണൽ പ്രിൻസിപ്പിളാണ്. നോഷണൽ പ്രിൻസിപ്പിൾ പറഞ്ഞാൽ നമ്മുടെ ആ എമൗണ്ടാണ് കേട്ടോ. അഥവാ നമ്മൾ സ്വാപ്സ് കോൺട്രാക്റ്റിൽ ഏർപ്പെടുമ്പോൾ അതിൽ പറഞ്ഞ എമൗണ്ടിനെ പറയുന്നതാണ് നോഷണൽ പ്രിൻസിപ്പിൾ എമൗണ്ട് എന്നുള്ളത്. നെക്സ്റ്റ് ട്രേഡ് ഡേറ്റ് ആണ്. എന്നാണ് നമ്മൾ ട്രേഡ് നടത്തുന്ന ആ ഡേറ്റ്. എഫക്റ്റീവ് ഡേറ്റ് പറഞ്ഞാൽ നമ്മൾ സ്വാപ്സ് കോൺട്രാക്റ്റ് ബിഗെയിൻ ചെയ്യുന്ന അല്ലെങ്കിൽ മെച്യൂരിറ്റി ഡേറ്റിനെ അതിൽ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഡേറ്റിനെയാണ് നമ്മൾ എഫക്റ്റീവ് ഡേറ്റ് എന്ന് പറയുന്നത്. റീസെറ്റ് ഡേറ്റ് അഥവാ ലിബർ, നമ്മൾ ഇൻട്രസ്റ്റ് റേറ്റ് കൊടുക്കുന്ന റേറ്റിനെയാണ് റീസെറ്റ് ഡേറ്റ് എന്ന് പറയുന്നത്. ദെൻ മെച്യൂരിറ്റി ഡേറ്റ് പറഞ്ഞാൽ നമ്മൾ ക്യാഷ് ഫ്ലോ സ്റ്റോപ്സ് ഇൻ ദ സ്വാപ്സ് കോൺട്രാക്റ്റ് കൊടുക്കുന്നതാണ് കേട്ടോ. മീൻസ് സ്റ്റോപ്പ് ചെയ്യുന്നത്. മെച്യൂരിറ്റി ഡേറ്റ് പറഞ്ഞാൽ സ്റ്റോപ്പ് ചെയ്യുന്ന ഡേറ്റ്, അതാണ് മെച്യൂരിറ്റി ഡേറ്റ്. ഇത്രയാണ് ഇതിൻ്റെ വേർഡ്സുകൾ അല്ലെങ്കിൽ ടേംസുകൾ ആയിട്ട് പറയുന്നത്. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് അതിൻ്റെ അഡ്വാൻറ്റേജസ് ആണ്. അഡ്വാൻറ്റേജസ് ഒന്നുമില്ല. എന്താണ്, ജനറലി ചീപ്പാണ്. കാരണം അതിൽ പ്രീമിയം വേണ്ട. 0 ആയിട്ട് തുടങ്ങിയാലും ഇത് ട്രേഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ദെൻ അതുപോലെ ഹൈ ഹെഡ്ജ് റിസ്ക് ലോങ് ടേം ആണ്. നമ്മൾ പറഞ്ഞു 2 to 15 വർഷം വരെയാണ് ഇതിൻ്റെ കാലാവധി. സോ അതുകൊണ്ട് തന്നെ ലോങ് ടേം ആണ്, ചീപ്പറാണ്. പിന്നെ അതുപോലെ റൺ ഫോർ ഇയേഴ്സ്, നമുക്കിതിൽ ഒരുപാട് ഈ വർഷത്തേക്കാണ് ഇത് പോകുന്നത്. ഫ്യൂച്ചർ ഓപ്ഷൻസുകളുണ്ട്. അതുപോലെ പ്രോഫിറ്റബിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്. ദെൻ അതുപോലെ ഇൻ്റർമീഡിയറീസുകളുള്ള അവർക്ക് അഡീഷണൽ ഇൻകംസ് കിട്ടുന്ന ഒരു കാര്യം കൂടെയാണ് സ്വാപ്സ് എന്ന് പറയുന്നത്. ദെൻ അതുപോലെ ഇക്വിറ്റി കോൺട്രാക്റ്റും അതുപോലെ ഇൻവെസ്റ്റിങ്ങും അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ പറ്റുന്നുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, അത്രയാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജസ് പറയുന്നത്. ഇനി ഡിസഡ്വാൻറ്റേജസ് പറയുകയാണെങ്കിൽ കൗണ്ടർ പാർട്ടി ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്താണ് ഇതിൽ ഡിഫിക്കൽട്ടീസുകൾ നേരിടുന്നുണ്ട് എന്ന് മനസ്സിലാക്കുക. ദെൻ അതുപോലെ ടെർമിനേറ്റ് കനോട്ട് ബി വിത്തൗട്ട് മ്യൂച്വൽ എഗ്രിമെൻറ്റ്. കൗണ്ടർ പാർട്ടി ആയതുകൊണ്ട് തന്നെ എന്താണ് ഒരു മ്യൂച്വൽ എഗ്രിമെൻറ്റ് ആ ഒരു രീതിയിൽ ടെർമിനേറ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല. ദെൻ അതുപോലെ ഡീഫാൾട്ട് റിസ്ക് ഇതിലുണ്ട് എന്ന് മനസ്സിലാക്കുക. ഇതൊക്കെ ഓവർ ദ കൗണ്ടറിലൂടെ മാത്രമായതുകൊണ്ടാണ് ഡീഫാൾട്ട് റിസ്ക് ഒക്കെ വരുന്നത്. പിന്നെ അതുപോലെ സ്വാപ്സ് ആർ നോട്ട് ഈസിലി ട്രേഡബിൾ. സെക്കൻഡറി മാർക്കറ്റിലൊന്നും ഇത് ട്രേഡ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്, വെരി ഡിഫിക്കൽട്ടീസ് ആണെന്ന് പറയുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് യൂസസ് ഓഫ് സ്വാപ്സ് ആണ്. എന്തൊക്കെയാണ് യൂസസ് നോക്കാം. സ്വാപ്സിൽ നമുക്ക് ഫ്ലോട്ടിംഗ് അതുപോലെ ഫിക്സ്ഡ് റേറ്റ് ഓഫ് അസറ്റും ലയബിലിറ്റിയെയും നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുപോലെ പ്രൈസ് മൂവ്മെൻറ്റ്സുകൾ വരുമ്പോൾ അവിടെ വരുന്ന റിസ്കിനെ ഹെഡ്ജ് ചെയ്യാൻ പറ്റുന്നുണ്ട്. എഗെയിൻസ്റ്റ് ആയിട്ട് ഹെഡ്ജിങ് സ്ട്രാറ്റജീസുകൾ ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട്. then അതുപോലെ അസറ്റും ലയബിലിറ്റി മാനേജ്മെൻറ്റിനുള്ള ടൂൾസുകൾ ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട്. then അതുപോലെ ഫ്ലോട്ടിംഗ് ആൻഡ് ഫിക്സ്ഡ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റുകൾ അത് കൗണ്ടർ പാർട്ടിയിലൂടെ ആയതുകൊണ്ട് തന്നെ റിസ്കുകളുണ്ട്. അപ്പോൾ അത്തരം റിസ്കുകൾ ഒഴിവാക്കാൻ പറ്റുന്നുണ്ട്. then അതുപോലെ ട്രേഡ് നടത്താനും സാധിക്കുന്നുണ്ട്. ക്ലിയർ ആണല്ലോ. നെക്സ്റ്റ് ഡെവലപ്മെൻറ്റ്സ് ഓഫ് ഇവാലുവേഷൻ സ്വാപ്സ് ആണ്. അത് ഞാൻ നോട്ട്സ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ, അപ്പോൾ പറയാം കേട്ടോ. നെക്സ്റ്റ് നോക്കാം, എക്കണോമിക് ഫങ്ഷൻസ് ഓഫ് സ്വാപ്സ് ട്രാൻസാക്ഷൻസ്. 4 എക്കണോമിക് ഫങ്ഷൻസുകൾ പറയുന്നുണ്ട്. ട്രാൻസ്ഫോമിങ് ദ നാച്ചർ ഓഫ് ലയബിലിറ്റി, ട്രാൻസ്ഫോമിങ് ദ നാച്ചർ ഓഫ് അസറ്റ്, ദെൻ ഹെഡ്ജിങ്, റെഡ്യൂസിങ് ദ കോസ്റ്റ് ഓഫ് ഫണ്ട്. ട്രാൻസ്ഫോമിങ് ദ നാച്ചർ ഓഫ് ലയബിലിറ്റി പറഞ്ഞാൽ എന്താ?
ലയബിലിറ്റിൻ്റെ നാച്ചറിനെ അല്ലെങ്കിൽ സ്വഭാവത്തെ മാറ്റിയെടുക്കാൻ പറ്റുന്നുണ്ട്. സെയിം അതുപോലെ തന്നെ അസറ്റിൻ്റെ നാച്ചറിനെയും ട്രാൻസ്ഫോം ചെയ്യാൻ പറ്റുന്നുണ്ട്. ഹെഡ്ജിങ് നടത്തുന്നുണ്ട്. കോസ്റ്റ് ഓഫ് ഫണ്ടുകൾ റെഡ്യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളായിട്ട് എക്കണോമിക് സ്വാപ്സിൻ്റെ ഫങ്ഷൻസുകളായിട്ട് പറയുന്നുണ്ട്. ഒന്നാമത്തെ നോക്കാം, ലയബിലിറ്റീസ് ഓഫ് നാച്ചർ അല്ലെ ലയബിലിറ്റീസിൻ്റെ നാച്ചർ ട്രാൻസ്ഫോം ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് സ്വാപ്സ് ജനറൽ യൂസ്ഡ് ക്രിയേറ്റ് ഇൻട്രസ്റ്റ് റേറ്റ് സ്വാപ്സുകൾ സ്വാഭാവികമായിട്ടും അല്ലെങ്കിൽ ജനറലായിട്ടും ഫിക്സ്ഡും ഫ്ലോട്ടും ലയബിലിറ്റീസുകൾക്കാണ് കൂടുതലായിട്ട്. കാരണം അത്തരം ഫ്ലോട്ടിംഗ് റേറ്റ്സുകൾ അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് റേറ്റിൽ മാറ്റങ്ങൾ വരുമ്പോഴാണ് എന്ത് വരുന്നത്, റിസ്ക് വരുന്നത്. ഈ റിസ്കുകൾ അല്ലെങ്കിൽ ലയബിലിറ്റീസുകൾ വരുന്നത്. ഈ ലയബിലിറ്റീസുകൾ ഹെഡ്ജ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ഒരു സ്വാപ്സ് ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. സോ ട്രാൻസ്ഫോം എ ഫിക്സ്ഡ് ഫ്ലോട്ടിംഗ് ലയബിലിറ്റി. അപ്പോൾ ഏതെങ്കിലും ഫേം ഫിക്സ്ഡ് റേറ്റ് ലയബിലിറ്റി ഉള്ളത് ഫ്ലോട്ടിംഗ് റേറ്റിലേക്ക് മാറണമെന്നുണ്ടെങ്കിൽ അതിനുള്ള ചാൻസ് ഉണ്ട്. നേരെ ഓപ്പോസിറ്റായിട്ട് ഫ്ലോട്ടിംഗ് റേറ്റ് ലയബിലിറ്റീസിൽ നിന്നും ഫിക്സ്ഡ് റേറ്റ് ഓഫ് ലയബിലിറ്റീസിലേക്ക് മാറണമെന്നുണ്ടെങ്കിൽ അതിനുള്ള ഓപ്ഷനും ഇവിടെ കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. നെക്സ്റ്റ് രണ്ടാമത്തത് ട്രാൻസ്ഫോം ഇൻ നാച്ചർ ഓഫ് അസറ്റിൻ്റെ കേസും സെയിം തന്നെയാണ്. നമുക്ക് അസറ്റുകൾ പ്രൊവൈഡ് ഇൻട്രസ്റ്റ് റേറ്റുകളൊക്കെ അതിൻ്റെ മുകളിൽ അസറ്റുകൾ പ്രൊവൈഡ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റും. ദെൻ ഇപ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് കുറയുകയാണെങ്കിൽ ഇൻട്രസ്റ്റ് റേറ്റ് കുറയുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഇൻകം കുറയും എന്നുള്ളതാണ്. അത്തരം സാഹചര്യങ്ങളിൽ ഇൻട്രസ്റ്റ് റേറ്റ് കുറയുമ്പോൾ നമ്മൾ ഫ്ലോട്ടിംഗ് റേറ്റിൽ നിന്നും ഫിക്സ്ഡ് റേറ്റിലേക്ക് മാറാനും നേരെ ഓപ്പോസിറ്റായിട്ട് ഫിക്സ്ഡ് റേറ്റിൽ നിന്ന് ഫ്ലോട്ടിംഗ് റേറ്റിലേക്ക് മാറാനുള്ള ഒരു സിറ്റുവേഷൻസ് ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ് ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഈ എക്സ്ചേഞ്ചിലൂടെയാണ് അവർ റിസ്ക് കുറക്കുന്നതും പ്രോഫിറ്റ് മേക്ക് ചെയ്യുന്നതും ഒന്ന് മനസ്സിലാക്കുക. അത്രയേ ഉള്ളൂ അവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ലയബിലിറ്റീസിൻ്റെ നാച്ചർ ആണെങ്കിലും അസറ്റിൻ്റെ നാച്ചർ ആണെങ്കിലും ഒക്കെ നമുക്ക് ട്രാൻസ്ഫോം ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് രണ്ടും ഫങ്ഷൻസ് പറയുന്നത്. ഇനി മൂന്നാമത്തെ ഹെഡ്ജിങ് ആണ്. ഹെഡ്ജിങ് പറഞ്ഞാൽ അറിയാലോ, ഇൻട്രസ്റ്റ് റേറ്റിൽ വരുന്ന അഡ്വേഴ്സസുകൾ ഹെഡ്ജ് ചെയ്യുക എന്നുള്ളതാണ്. അതിനെതിരെ വരുന്ന റിസ്കുകൾ നമുക്ക് ഹെഡ്ജ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ദെൻ അതുപോലെ കോസ്റ്റ് ഓഫ് ഫണ്ടിൻ്റെ മുകളിൽ വരുന്ന കോസ്റ്റുകൾ റെഡ്യൂസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഈ 4 ഫങ്ഷൻസുകളാണ് സ്വാപ്സിന് ഉള്ളത്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം, ടൈപ്സ് ഓഫ് സ്വാപ്സ് ആണ്. ഇൻട്രസ്റ്റ് റേറ്റ് ഓഫ് സ്വാപ്സ്, കറൻസി സ്വാപ്സ്, ഇക്വിറ്റി സ്വാപ്സ്, കമ്മോഡിറ്റി സ്വാപ്സ്, ക്രെഡിറ്റ് ഡിഫാൾട്ട് സ്വാപ്സ്. അപ്പോൾ പ്രധാനമായിട്ടും 5 സ്വാപ്സുകളാണ് ഉള്ളത്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ചാപ്റ്ററിലുടനീളം ഇത് തന്നെയാണ് പറയുന്നത് കേട്ടോ. ഇൻട്രസ്റ്റ് റേറ്റ് സ്വാപ്സ്, കറൻസി സ്വാപ്സ്, ഇക്വിറ്റി സ്വാപ്സ്, കമ്മോഡിറ്റി സ്വാപ്സ്, ക്രെഡിറ്റ് ഡിഫാൾട്ട് സ്വാപ്സ്. ഇങ്ങനെയുള്ളതാണ് ടൈപ്സ് ഓഫ് സ്വാപ്സുകൾ. ഇമ്പോർട്ടൻ്റ് ആണ്, മനസ്സിലാക്കുക. ഓക്കെ, ഇനി ഒന്നാമത്തത് ഇൻട്രസ്റ്റ് റേറ്റ് സ്വാപ്സ് ആണ്. ഒന്നാമത്തെ സ്വാപ്പാണ് ഇൻട്രസ്റ്റ് റേറ്റ് ഓഫ് സ്വാപ്സ്. മോസ്റ്റ് കോമൺ ഓഫ് എ കൈൻഡ് ഓഫ് സ്വാപ്സ്. ഇറ്റ് വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ 1980s. ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ഇൻട്രസ്റ്റ് റേറ്റ് സ്വാപ്സ് എന്നാൽ എന്താ? ഇൻട്രസ്റ്റ് റേറ്റിൽ വരുന്ന റിസ്കുകളെ ഹെഡ്ജ് ചെയ്യാനുള്ള ഒരു ഇൻസ്ട്രുമെൻ്റാണ് ഇൻട്രസ്റ്റ് റേറ്റ് സ്വാപ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇൻട്രസ്റ്റ് റേറ്റിൽ വരുന്ന റിസ്കുകൾ, അവിടെ ഇങ്ങനെ റേറ്റിൽ മാറ്റങ്ങൾ വരുമ്പോൾ അവിടെ വരുന്ന റിസ്കുകൾ ഹെഡ്ജ് ചെയ്യുക എന്നുള്ള ലക്ഷ്യത്തോട് കൂടിയിട്ട് എടുക്കുന്നതാണ് സ്വാപ്സ് എന്ന് പറയുന്നത്, ഇൻട്രസ്റ്റ് റേറ്റ് സ്വാപ്സ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ ഇൻസ്ട്രുമെൻറ്റ് ടു ഹെഡ്ജ് എ ഇൻട്രസ്റ്റ് റേറ്റ് റിസ്ക്. ഇൻട്രസ്റ്റ് റേറ്റ് റിസ്കുകളെ ഹെഡ്ജ് ചെയ്യുന്ന ഒരു ഇൻസ്ട്രുമെൻ്റാണ് ഇൻട്രസ്റ്റ് റേറ്റ്സ് ഓഫ് സ്വാപ്സ് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പോൾ അത് അങ്ങനെ പഠിക്കുക കേട്ടോ. ഇതിൽ 2 പാർട്ടീസുകൾ ഉണ്ടാവും. സ്വാപ്പ് ബയ്യറും സ്വാപ്പ് സെല്ലറും ഉണ്ട്. ദെൻ അതുപോലെ എഗ്രീഡ് ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ് ഓഫ് എ പീരിയോഡിക് പേയ്മെൻറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഓഫ് എ അതർ ഫോർ ആൻ എഗ്രീഡ് പീരിയഡ് ഓഫ് ടൈം ബേസ്ഡ് ഓഫ് എ പ്രിൻസിപ്പൽ എമൗണ്ട്.
പ്രിൻസിപ്പൽ എമൗണ്ടിൻ്റെ അടിസ്ഥാനത്തിൽ വരുന്നത്. ഇവിടെയും കോണ്ടർ പാർട്ടീസിലായതുകൊണ്ട് ഫിക്സഡ് റേറ്റ് ടു ക്യാഷ് ഫ്ലോ നോൺ ആസ് എ സ്വാപ്സ് ബയ്യർ, ഫിക്സഡ് റേറ്റ് ഓഫ് എ ക്യാഷ് ഫ്ലോ കേട്ടോ. ഈ റിസീവ്ഡ് ഫിക്സഡ് റേറ്റ് ഓഫ് ക്യാഷ് ഫ്ലോ ഇൻ സ്വാപ്പ് സെല്ലർ. സ്വാപ്പ് ബയ്യറും ആരാന്ന് മനസ്സിലായല്ലോ. ഫിക്സഡ് റേറ്റ് കൊടുക്കുന്ന ആളാണ് ആര്? സ്വാപ്സ് ബയ്യർ. അത് റിസീവ് ചെയ്യുന്ന ആളാണ് ആര്? സെല്ലർ. ക്ലിയർ? അപ്പോൾ അത് അങ്ങനെ മനസ്സിലാക്കി വെക്കുക. പ്രിൻസിപ്പൽ എമൗണ്ട് എന്ന് പറയുന്നത് നമ്മുടെ സ്വാപ്സ് കോൺട്രാക്റ്റിൽ അല്ലെങ്കിൽ എഗ്രിമെൻറ്റിൽ പറഞ്ഞ എമൗണ്ടാണ് പ്രിൻസിപ്പൽ എമൗണ്ട് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, കൂടുതൽ ഞാൻ പറയുന്നില്ല, അത്രയും മനസ്സിലാക്കിയിട്ട് വെക്കുക. ഇനി അതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇറ്റ് ഈസ് അലൗസ് ടു പാർട്ടീസ് ഉണ്ട് ഇതിൽ. അവർ ഫിക്സ്ഡും ആൻഡ് ഫ്ലോട്ടിങ് അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലാക്കുക ലോണിൻ്റെ ബേസിൽ കേട്ടോ. ദെൻ അതുപോലെ റേഞ്ച് ഓഫ് 2 and 15 years ആണ് ഇതിൻ്റെ കാലാവധി എന്ന് പറയുന്നത്. ദെൻ അതുപോലെ പ്രിൻസിപ്പൽ കൗണ്ടർ പാർട്ടിയിലൂടെയാണ് ഈ പ്രിൻസിപ്പിൾസ് എക്സ്ചേഞ്ച് ചെയ്യുന്നത്. പക്ഷേ നോ എക്സ്ചേഞ്ച് ഓഫ് പ്രിൻസിപ്പൾ ബിറ്റ്വീൻ കൗണ്ടർ പാർട്ടി. ഇതിൽ എന്താണ് ഇൻട്രസ്റ്റ് റേറ്റിൽ പ്രധാനം എക്സ്ചേഞ്ച് റേറ്റിൽ അല്ല എന്നുള്ളത്, എക്സ്ചേഞ്ച് ചെയ്യുന്നില്ല എന്നുള്ളത്. ദെൻ അതുപോലെ ഇൻട്രസ്റ്റ് റേറ്റ് സ്വാപ്സ് മീൻസ് ചൂസിങ് ബൈ ഫിക്സ്ഡ് ഓർ റിസീവിങ് ഫ്ലോട്ട്. നമുക്ക് ഫ്ലോട്ടിങ് കൊടുത്തിട്ട് ഫ്ലോട്ടിംഗ് ആണോ ഫിക്സ്ഡ് ആണോ എന്ന് നമുക്ക് ചൂസ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, ഇനി അതിൻ്റെ പ്രോസസ്സാണ് പറയുന്നത്. ഫസ്റ്റ് സ്റ്റേജ്, അങ്ങനെ കുറച്ച് സ്റ്റേജസുകൾ, 3 സ്റ്റേജസുകൾ പറയുന്നുണ്ട് ഇതിൽ. ലിബറിൽ ദ പ്രോസസ് ഓഫ് ഇൻട്രസ്റ്റ് റേറ്റ് ഓഫ് അണ്ടർസ്റ്റുഡ് ഹെൽപ്പ് ഇൻ എക്സാമ്പിൾ സപ്പോസ് ദ നീഡ്സ് ഓഫ് എ റേറ്റ് ഓഫ് ഫണ്ട് ലോൺ അവൈലബിൾ റേറ്റ് ഓഫ് എ 99.50% പേബിൾ ഓഫ് ദ cheaper floating rate available at a Libor plus 0.3%. അങ്ങനെയാണ്. അപ്പോൾ ഇതിൽ നമ്മൾ ഫസ്റ്റ് സ്റ്റേജിൽ നോക്കുക. ഫേം എയും ഉണ്ട്, ഫേം ബിയും ഉണ്ട്, പ്രിൻസിപ്പൽ എമൗണ്ട് ഉണ്ട്. ഇതിൽ നമുക്ക് ഫിക്സ്ഡ് റേറ്റ് ഓഫ് മാർക്കറ്റ്, ഫ്ലോട്ടിംഗ് റേറ്റ് ഓഫ് മാർക്കറ്റ്. അപ്പോൾ ഈ 2 മാർക്കറ്റ്സുകളും ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഏതാ വേണ്ടത് എന്നുള്ളത് ചൂസ് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റേജ്. സെക്കൻഡ് സ്റ്റേജ് പറഞ്ഞിട്ടുള്ളത് ബോത്ത് ഫേംസ് ഹാവ് ടു ബോറോവ്ഡ് അക്കോർഡിംഗ് ടു ദയർ ചോയ്സ്. അപ്പോൾ അതിൽ അതിനിടെ ഫിക്സ്ഡ് ലോണ്, റേറ്റ് ഓഫ് ലോണ്, സ്വാപ്സ് ഡീലർ ആസ്ക് ഏതാണോ വേണ്ടതിൽ നമ്മുടെ ബോറോവ്ഡ് ഫണ്ടിനനുസരിച്ചിട്ട് ഏത് ഫിക്സ്ഡ് ലോണാണോ ഫ്ലോട്ടിംഗ് ലോൺ റേറ്റ് ആണോ എന്ന് നമ്മൾ ചൂസ് ചെയ്യാം. ദെൻ അതുപോലെ നോക്കുക, ഫിക്സ്ഡ് റേറ്റ് ഓഫ് മാർക്കറ്റ് ഫ്ലോട്ടിങ്ങിലും ഉണ്ടാവും, അതിൻ്റെ ലിബറിലും. അതൊക്കെ നമ്മൾ നോക്കിയിട്ട് എത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ചെയ്യാൻ. ദെൻ തേർഡ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രിൻസിപ്പൽ എമൗണ്ട് ആണ്. അത് എത്ര തവണകളായിട്ട് എങ്ങനെയാണ് നമ്മൾ തിരിച്ചടയ്ക്കേണ്ടത് എന്നുള്ളതാണ്. അതാണ് ഇതിൻ്റെ പ്രോസസ്സായിട്ട് പറയുന്നത് കേട്ടോ. ഓക്കെ, ഇമ്പാക്റ്റായിട്ട് നോക്കുക. മുകളിൽ പറഞ്ഞ എക്സാമ്പിൾ പ്രകാരം ഫേം എയും ഫേം ബിയും ഉണ്ട്. ഫേം എയിലെ കോസ്റ്റ് ഓഫ് ഫ്ലോട്ടിംഗ് ലോണ് ലിബർ പ്ലസ് 0.3% ലെസ് ഫ്ലോട്ടിംഗ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, അഥവാ ലിബറിൽ നെറ്റ് കോസ്റ്റ് ഓഫ് ഡിഫറൻഷ്യൽ നമ്മൾക്ക് 0.3%. ആഡ് സ്വാപ്സ് കൂപ്പണ് നമുക്ക് ഇതിനെ ആഡ് ചെയ്യാം. ടോട്ടൽ കോസ്റ്റ് ഓഫ് ബോറോസ് 9.33% ആയിട്ട് നമുക്ക് കിട്ടും. ഇനി ബീൻ്റെതോ കോസ്റ്റ് ഓഫ് ഫിക്സ്ഡ് കോസ്റ്റ് ബോറോയിങ്സ് 8.5, ഫിക്സ്ഡ് ബോറോയിങ്സ് 8.9. അപ്പോൾ നമുക്ക് നെറ്റ് കോസ്റ്റ് ഓഫ് കിട്ടുന്ന 4 കിട്ടുന്നത് അല്ലേ. അത് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 4.-0.4% ആണ് കോസ്റ്റ് ഓഫ് ടോട്ടൽ കോസ്റ്റ് ഓഫ് ബോറോയിങ്സ്. ലിബർ മൈനസ് 0.4%. ഇത് സിമ്പിളാണ്, ജസ്റ്റ് ഒന്ന് മനസ്സിലാവാൻ വേണ്ടി പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ. നെക്സ്റ്റ് ഹെഡ്ജിങ് ആണ്. ഹെഡ്ജിങ് ഓഫ് ഇൻട്രസ്റ്റ് റേറ്റ്, അഥവാ നമ്മൾ ഈ ഒരു ഇൻട്രസ്റ്റ് റേറ്റിൻ്റെ ഹെഡ്ജിങ് എങ്ങനെയാണെന്നുള്ളതാണ് ഇവിടെ പറയുന്നത് കേട്ടോ. അപ്പോൾ സപ്പോസ് എ പേഴ്സൺ ബോറോസിന് 1 lakh എടുത്തു. ഫിക്സഡ് റേറ്റ് ആയിട്ട് 12% ആണ് ഉണ്ടായിരുന്നത്. ആൻറ്റിസിപ്പേറ്റഡ് ഇൻട്രസ്റ്റ് റേറ്റ് ഓഫ് കൺവേർട്ട് ഫ്ലോട്ടിംഗ് റേറ്റിലേക്ക് അവർ കൺവേർട്ട് ചെയ്തിട്ടുണ്ടെന്ന് മനസ്സിലാക്കുക. ഇനീഷ്യലി അവരെന്ത് ചെയ്യുക, ബാങ്ക് ചെയ്യുന്നുണ്ട്. 12% ആയതുകൊണ്ട് 12,000 രൂപയാണ് അവിടെ ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ ബാങ്ക് ഇൻട്രസ്റ്റ് 12,000, ബോറോവേഴ്സിന് 12,000 രൂപ. ദെൻ ഇൻട്രസ്റ്റ് വീണ്ടും ലെൻഡർ അല്ലേ 12,000 രൂപ ഇങ്ങനെ കൊടുക്കുക. ബാങ്ക് ബോറോവേഴ്സിന് കൊടുക്കുന്നു, ബോറോവേഴ്സ് ലെൻഡേഴ്സിന് കൊടുക്കുന്നു, വീണ്ടും എന്താണ് ഇൻട്രസ്റ്റ് റേറ്റ് ആയിട്ട് ബോറോവേഴ്സ് കൊടുക്കുന്നു. ഇങ്ങനെ ഒരു ചെയിൻ രൂപത്തിലാണ് ഇത് പോകുന്നത്. ഓക്കെ.
അത്ര മനസ്സിലാക്കിയാൽ മതി കേട്ടോ. ഇനീഷ്യലി ഇതിന് ഇൻട്രസ്റ്റ് 12% ഫ്ലോട്ടിങ്, മനസ്സിലായില്ലേ? ബാങ്ക് നമ്മൾ ബൊറോവേഴ്സ് ലെൻഡേഴ്സിന് കൊടുക്കുന്നുണ്ട്. ഈ ബൊറോവർ ലെൻഡർ ഒക്കെ കിട്ടുന്നുണ്ടല്ലോ. അതുപോലെ ബൊറോവേഴ്സ് എന്ത് ചെയ്യുന്നു, ബാങ്കിന് വീണ്ടും 12,000 രൂപ കൊടുക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കുക കേട്ടോ. മനസ്സിലാക്കാൻ ഞാൻ ഒന്നുകൂടി വേണമെങ്കിൽ അത് ഡീറ്റെയിൽ ആയിട്ടൊന്ന് പറഞ്ഞുതരാം കേട്ടോ. ഇനി നെക്സ്റ്റ് നോക്കുക, വേരിയസ് ഫോംസ് ഓഫ് ഇൻട്രസ്റ്റ് റേറ്റ് ഓഫ് സ്വാപ്സ് ആണ്. കൂപ്പൺ സ്വാപ്സ്, വേരിയസ് ഫോംസ് ഓഫ് ഇൻട്രസ്റ്റ് റേറ്റ് ആണ്. ഏതൊക്കെ ഫോംസുകളാണ് ഇൻട്രസ്റ്റ് റേറ്റ് ഉള്ളത് എന്നുള്ളത്. കൂപ്പൺ സ്വാപ്സ്, ബേസിസ് സ്വാപ്സ്, പുട്ടബിൾ സ്വാപ്സ്, കോളബിൾ സ്വാപ്സ്, റേറ്റ് ക്യാപ്ഡ് സ്വാപ്സ്, അതുപോലെ അൺഅമോർട്ടൈസിങ് സ്വാപ്സ്, എക്സ്റ്റെൻഡബിൾ സ്വാപ്സ്. അപ്പോൾ നോക്കുക അതിൽ എന്തൊക്കെയാണുള്ളത്. കൂപ്പൺ സ്വാപ്സ് പറഞ്ഞാൽ ഫിക്സ്ഡ് ഇൻട്രസ്റ്റ് റേറ്റിൻ്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യാണ് ചെയ്യുന്നതാണ്, ട്രേഡിംഗ് നടത്തുന്നതാണ് കൂപ്പൺ സ്വാപ്സ് എന്ന് പറയുന്നത്. ട്രേഡ് ഓഫ് എ ഫിക്സ്ഡ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ് ഫോർ എ ഫ്ലോട്ടിംഗ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ് ഓഫ് എ വൈസ് വേഴ്സ, അങ്ങോട്ടും ഇങ്ങനെ ഫ്ലോട്ടിങ്ങും ഫിക്സ്ഡും ഇങ്ങനെ നടത്തുന്നതാണ് കൂപ്പൺ. ബേസിസ് എന്ന് പറഞ്ഞാലോ, 2 പാർട്ടീസ് ഓഫ് എക്സ്ചേഞ്ച് ഫ്ലോട്ടിംഗ് ഇൻട്രസ്റ്റ് റേറ്റ് പേയ്മെൻറ്റ് ഓഫ് എ ബട്ട് ബേസ് ഡിഫറെൻറ്റ് ഇൻസ്ട്രുമെൻറ്റോ ഡിഫറെൻറ്റ് റെഫറൻസ് റേറ്റോ അതിൻ്റെ മുകളിൽ ഫ്ലോട്ടിംഗ് ഇൻട്രസ്റ്റ് റേറ്റിൻ്റെ അടിസ്ഥാനത്തിൽ 2 പാർട്ടീസുകൾ കൈമാറ്റം ചെയ്യുന്നതാണ് ബേസിസ് സ്വാപ്സ് എന്ന് പറയുന്നത്. പുട്ടബിൾ സ്വാപ്സ് പറഞ്ഞാൽ ഗിവ് എ സ്വാപ്പ് സെല്ലറാണ്. സെല്ലർ ടെർമിനേറ്റ് ചെയ്യുന്ന, മെച്യൂരിറ്റി ഡേറ്റ് എത്തുന്നതിന് മുമ്പേ ടെർമിനേറ്റ് ചെയ്യുന്ന സ്വാപ്സാണ് പുട്ടബിൾ സ്വാപ്സ് എന്ന് പറയുന്നത്. ആരാണ് പുട്ടബിൾ? സെല്ലറായിരിക്കും. കോളബിൾ ആരാണ്? ബയ്യറാണ്. അപ്പം അതും തന്നെ മെച്യൂരിറ്റി ഡേറ്റ് എത്തുന്നതിന് മുമ്പേ ഏത് സമയത്തും ടെർമിനേറ്റ് ചെയ്യാൻ പറ്റാനുള്ള റൈറ്റ്സ് കൊടുക്കുന്ന ഒരു സ്വാപ്സാണ് കോളബിൾ സ്വാപ്സ് എന്ന് പറയുന്നത്. അത് ബയ്യറായിരിക്കും ഉണ്ടാവുക. അപ്പോൾ പുട്ടബിൾ സ്വാപ്സും കോളബിൾ സ്വാപ്സും ആകെ ഡിഫറൻസ് ഉള്ളത് ഒന്ന് ബയ്യറും ആണ്, ഒന്ന് സെല്ലറും ആണ് എന്ന് മനസ്സിലാക്കുക. നെക്സ്റ്റ് റേറ്റ് ക്യാപ്ഡ് പറഞ്ഞാൽ എന്താണ്, നമ്മൾ ഭാവിയിൽ ഇൻട്രസ്റ്റ് റേറ്റിൽ ഏതെങ്കിലും ഇത് വരും എന്നുള്ളത്. ക്യാപ്പ് നമ്മൾ ഒരു ക്യാപ്പ് വെക്കുക എന്നുള്ളത്. അപ്പോൾ ഫ്യൂച്ചറിൽ ഒരു ഇൻട്രസ്റ്റ് ഉയരും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. ഫ്യൂച്ചറിൽ നമ്മൾ ഇൻട്രസ്റ്റ് റേറ്റ് കൂടും, ഫ്രണ്ട് ആകും എന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ ചെയ്യുന്ന ഒരു ഫ്യൂച്ചറുള്ള ഒരു സ്വാപ്സാണ് റേറ്റ് ഓഫ് ക്യാപ്ഡ് സ്വാപ്സ് എന്ന് പറയുന്നത് കേട്ടോ. നെക്സ്റ്റ് അമോർട്ടൈസിങ് സ്വാപ്സ് ആണ്. അമോർട്ടൈസിങ് സ്വാപ്സ് പറഞ്ഞാൽ എന്താണ്, നമ്മൾ തവണകളായിട്ട് അടക്കുന്നതാണ് കേട്ടോ. റിഡക്ഷൻ നോഷണൽ പ്രിൻസിപ്പൽ എമൗണ്ട് കറസ്പോണ്ടിങ് ദ അമോർട്ടൈസേഷൻ ഓഫ് ലോൺ സ്കോൾഡ് അമോർട്ടൈസിങ് സ്വാപ്സ് കേട്ടോ. തവണകളായിട്ട് അടക്കുന്ന സ്വാപ്സ് ആണ് അമോർട്ടൈസിങ് സ്വാപ്സ് എന്ന് പറയുന്നത്. എക്സ്റ്റെൻഡബിൾ സ്വാപ്സ് പറഞ്ഞാൽ നമ്മുടെ മെച്യൂരിറ്റി ലൈഫ് കഴിഞ്ഞിട്ടും പിന്നെ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യുക, നീട്ടിക്കൊണ്ടുപോകുന്ന സ്വാപ്സിനെയാണ് നമ്മൾ എക്സ്റ്റെൻഡബിൾ സ്വാപ്സ് എന്ന് പറയുന്നത്. ക്ലിയർ ആയില്ലേ? അപ്പോൾ സ്വാപ്സ്, ഇൻട്രസ്റ്റ് സ്വാപ്സ് വേരിയസ് ഫോംസിലുണ്ട്. കൂപ്പൺ, ബേസിസ്, പുട്ടബിൾ, കോളബിൾ, റേറ്റ് ക്യാപ്ഡ്, അമോർട്ടൈസിങ്, എക്സ്റ്റെൻഡബിൾ. ഇങ്ങനെ 7 ടൈപ്സ് വേരിയസ് ഫോംസിൽ ഇൻട്രസ്റ്റ് റേറ്റ് ഉണ്ട്. അപ്പോൾ പ്രധാനമായിട്ടും സ്വാപ്സുകൾ 5 രീതിയിലാണ്. ഇൻട്രസ്റ്റ് റേറ്റ്, കമ്മോഡിറ്റി ഇൻട്രസ്റ്റ് റേറ്റ്, അതുപോലെ കറൻസി, ഇക്വിറ്റി, കമ്മോഡിറ്റി, ക്രെഡിറ്റ്. ഈ 5 ഉണ്ട് കേട്ടോ. ഈ 5 പ്രധാനമാണ്. അതിൽ നമ്മൾ ഇൻട്രസ്റ്റ് റേറ്റ് മാത്രമാണ് ഇപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ടൈപ്സ് ഓഫ് ഇൻട്രസ്റ്റ് റേറ്റ് ഓഫ് സ്വാപ്സ്, എന്തൊക്കെ രീതിയിലുള്ള റേറ്റ് ഓഫ് സ്വാപ്സുകൾ, ഇൻട്രസ്റ്റ് റേറ്റ്സ് ഓഫ് സ്വാപ്സുകളാണ് ഉള്ളത്. ഒന്ന് ഫിക്സ്ഡ് ടു ഫ്ലോട്ടിങ്ങും, ഫ്ലോട്ടിംഗ് ടു ഫിക്സ്ഡും, ഫ്ലോട്ടിംഗ് ടു ഫ്ലോട്ടിങ്ങുമാണ്. 3 രീതിയിലാണുള്ളത്. ഫിക്സ്ഡ് ടു ഫ്ലോട്ടിംഗ് പറഞ്ഞാൽ എന്താണ്? ഫിക്സ്ഡ് ടു ഫ്ലോട്ടിംഗ് സ്വാപ്സ് ഇൻവോൾവ് റിസീവിങ് ഫിക്സ്ഡ് റേറ്റ്, പേയിങ് ഫ്ലോട്ടിംഗ് റേറ്റ്. നമ്മൾ റിസീവ് ചെയ്യുന്നത് ഫിക്സ്ഡ് റേറ്റും പേ ചെയ്യുന്നത് ഫ്ലോട്ടിംഗ് റേറ്റിലും. അങ്ങനെയുള്ളതാണ് ഏത് ഫിക്സ്ഡ് ടു ഫ്ലോട്ടിംഗ് എന്ന് പറയുന്നത്. ഫ്ലോട്ടിംഗ് ടു ഫിക്സ്ഡ് ആണെങ്കിലോ, ഫ്ലോട്ടിംഗ് പറഞ്ഞാൽ വ്യത്യസ്തമായിട്ടുള്ളതാട്ടോ. ഫിക്സ്ഡ് അല്ലാത്തതാണ് ഫ്ലോട്ടിംഗ് എന്ന് പറയുന്നത്. ഫ്ലോട്ടിംഗ് ടു ഫിക്സ്ഡ് പറഞ്ഞാൽ ഫ്ലോട്ടിംഗ് ഓഫ് ദെയർ കമ്പിനേഷൻ, റിസീവ് ചെയ്യുന്നത് ഫിക്സ്ഡിലും നമ്മൾ പേയ്മെൻറ്റ് അടക്കുന്നത് ഫ്ലോട്ടിങ്ങിലായിരിക്കും. റിസീവ് ചെയ്യുന്നത് ഫിക്സ്ഡിലും, അതുപോലെ നമ്മൾ ഹെഡ്ജിങ് നടത്തുന്നത്
ഫിക്സഡിലും ഫ്ലോട്ടിങ്ങിലും ആയിരിക്കും കേട്ടോ. ദെൻ അത് ഫ്ലോട്ടിങ് ടു ഫ്ലോട്ടിങ് പറഞ്ഞാൽ രണ്ട് പാർട്ടീസുകൾ തമ്മിൽ വേരിയബിലിറ്റിയുടെ ഇൻട്രസ്റ്റ് റേറ്റിൻ്റെ വേരിയബിലിറ്റിൻ്റെ അടിസ്ഥാനത്തിൽ എക്സ്ചേഞ്ച് ചെയ്യുന്നതാണ് കേട്ടോ. ട്രഷറി ബില്ല് അങ്ങനെയുള്ളതൊക്കെ ബേസിസ് സ്വാപ്സ് ഇതിന് ഉദാഹരണമാണ്. നെക്സ്റ്റ് അഡ്വാൻറ്റേജസ് ഓഫ് ഇൻട്രസ്റ്റ് റേറ്റ്. ഒന്നാമത്തത് എന്താണ്, പ്രിൻസിപ്പൽ എമൗണ്ട് ഒരിക്കലും എന്താണ് നോട്ട് ഇൻവോൾവ് എക്സ്ചേഞ്ച് പ്രിൻസിപ്പൽ എമൗണ്ട് എക്സ്ചേഞ്ച് ചെയ്യാൻ കഴിയില്ല. റേറ്റുകൾ മാത്രമാണ് ഇൻട്രസ്റ്റ് റേറ്റുകൾ അഥവാ ഫ്ലോട്ടിങ്ങും ഫിക്സഡും മാത്രമാണ്. ഇതാണല്ലോ രണ്ട് ഇൻട്രസ്റ്റ് റേറ്റുകൾ എന്ന് പറഞ്ഞാൽ. ഈ ഇൻട്രസ്റ്റ് റേറ്റുകൾ മാത്രമാണ് എന്ത് ചെയ്യുന്നത്, എക്സ്ചേഞ്ച് ചെയ്യുന്നത്. ദർ ഇസ് എ റിസ്ക് ലെസ്, അതുകൊണ്ട് റിസ്ക് കുറവാണ്. നെക്സ്റ്റ് ഡോക്യുമെൻറ്റേഷൻ ചാർജസ് മിനിമം ആണ്. ദെൻ അതുപോലെ ഇൻട്രസ്റ്റ് റേറ്റ് സ്വാപ്സ് ക്യാൻ ബി യൂസ്ഡ് ബോത്ത് അസറ്റ് ആൻഡ് ലയബിലിറ്റി. അസറ്റും ലയബിലിറ്റിയും ഇതിൽ ഇൻക്ലൂഡ് ആണ് എന്ന് മനസ്സിലാക്കുക. പിന്നെ അതുപോലെ തന്നെ ഇൻട്രസ്റ്റ് റേറ്റ് കുറയാനുള്ള ചാൻസും കൂടാനുള്ള ചാൻസും ഉണ്ട്. ഫിക്സഡ് ടു ഫിക്സഡ് റേറ്റും ആൻഡ് ഇഷ്യൂർ മണി ഇൻട്രസ്റ്റ് റേറ്റ് ഓഫ് ഡിക്ലൈൻ. ദെൻ അതുപോലെ ബൈ സ്വാപ്സിംഗ് റൈസ് ഓഫ് ഫിക്സഡ് ആൻഡ് ഇൻട്രസ്റ്റ് റേറ്റ് ഓഫ് പ്രൈസിങ് ആൻഡ് ഇൻട്രസ്റ്റ് റേറ്റ് കൂടിക്കഴിഞ്ഞാൽ നമുക്ക് ലാഭം ഉണ്ടാവുമെന്ന് മനസ്സിലാക്കാം. ഇങ്ങനെ എത്രയാണ് ഇൻട്രസ്റ്റ് റേറ്റ് ഓഫ് സ്വാപ്സിനെ കുറിച്ചിട്ട് പറയാനുള്ളത്. ക്ലിയർ ആയല്ലോ അല്ലേ? നെക്സ്റ്റ് നോക്കാം, കറൻസി സ്വാപ്സ് ആണ്. കറൻസി സ്വാപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഇറ്റ് ഈസ് എൻ എഗ്രിമെൻറ്റ് ബിറ്റ്വീൻ ടു പാർട്ടീസ് ടു എക്സ്ചേഞ്ച് എ ഗിവൺ എമൗണ്ട് വൺ കറൻസി ഫോർ അനദർ ആൻഡ് റീപേ ദിസ് കറൻസി ഇൻട്രസ്റ്റ് ഇൻ ദ ഫ്യൂച്ചർ. നമ്മൾ ഭാവിയിൽ ഒരു കറൻസി നമുക്ക് കറൻസി തരാമെന്ന്, അല്ലെങ്കിൽ ഒരു കറൻസിക്ക് പകരം മറ്റൊരു കറൻസി എക്സ്ചേഞ്ച് ചെയ്യുന്ന രണ്ട് പാർട്ടീസുകളെയാണ് നമ്മൾ എന്ത് അറിയുന്നത്, കറൻസി സ്വാപ്സ് എന്ന് പറയുന്നത്. അപ്പം ഒരു കറൻസിക്ക് പകരം മറ്റൊരു കറൻസി ആയിട്ട് ഫ്യൂച്ചറിൽ നമ്മൾ കൊടുക്കുമെന്ന് പറഞ്ഞു കൊണ്ടിട്ടുള്ള ഒരു എഗ്രിമെൻ്റ് ആണ് ഏത്, കറൻസി സ്വാപ്സ് എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? in currency swaps cash flow one currency are exchanged for a cash flow in another currency. Then in short പറയുകയാണെങ്കിൽ currency swaps in agreement whereby currency is exchanged at a specified exchange rates of specified interval, specified exchange rates, പിന്നെ അതുപോലെ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ആണ്. പക്ഷേ ഒരു കറൻസിക്ക് പകരം മറ്റൊരു കറൻസി എക്സ്ചേഞ്ച് ചെയ്യുന്നതാണ് ഏത്, കറൻസി സ്വാപ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് അതിൻ്റെ ഫീച്ചേഴ്സ് എന്നാൽ എന്താണ്, ടൈം ടു എഗ്രിമെൻറ്റ് എക്സ്പയർ ഡേറ്റ് അല്ലെങ്കിൽ ടൈം ടു എഗ്രിമെൻറ്റ് ബേസിലോ ഇത് എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റുന്നതാണ്. ദെൻ അതുപോലെ വൺ കറൻസി ആൻഡ് ദ അതർ മേക്സ് എ കറൻസി ഡിഫറെൻറ്റ് കറൻസി കേട്ടോ. ഡിഫറെൻറ്റ് കറൻസികളുടെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ഒരു കറൻസിക്ക് പകരം മറ്റൊരു കറൻസി കൊടുക്കുക എന്നുള്ളതാണ്. ദെൻ അതുപോലെ കറൻസി ക്യാൻ ബി ഫിക്സ്ഡ് ബേസിസ് ഓഫ് അനദർ ഫ്ലോട്ടിംഗ് ബേസിസ്. ചിലത് ഫിക്സ്ഡും ഉണ്ടാവും, ചിലത് ഫ്ലോട്ടിങ്ങും ഉണ്ടാവും കേട്ടോ. പ്രിൻസിപ്പൽ എമൗണ്ട് എന്താണ് ഇതിൽ എക്സ്ചേഞ്ച്ഡ് ആണ്, പ്രിൻസിപ്പൽ എമൗണ്ട് എക്സ്ചേഞ്ച്ഡ് ആണ് എന്ന് മനസ്സിലാക്കുക. ഇൻട്രസ്റ്റ് റേറ്റിൽ ഫിക്സ്ഡ് പ്രിൻസിപ്പൽ എമൗണ്ട് എക്സ്ചേഞ്ച്ഡ് അല്ലായിരുന്നു, ഓൺലി ഇൻട്രസ്റ്റ് റേറ്റ് മാത്രമാണ് എക്സ്ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. ദെൻ അതുപോലെ ഹെഡ്ജിങ് ഇൻവെസ്റ്റ്മെൻ്റ് ആണ്, അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒന്നാണ്. അപ്പോൾ കറൻസി സ്വാപ്സ് എന്താണെന്ന് മനസ്സിലായല്ലോ. എക്സാമ്പിളൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ. ഇനി മെക്കാനിസം ഓഫ് കറൻസി സ്വാപ്സ് ആണ്. ഇതിൻ്റെ മെക്കാനിസമാണ് പറഞ്ഞിട്ടുള്ളത്. യൂറോ ഫിക്സഡ് റേറ്റിൽ 6%, ഡോളറിലും യൂറോയിലൊക്കെയാണ് ഇത് എക്സ്പ്ലെയിൻ ചെയ്യാറുള്ളത് കേട്ടോ. ഇതിൽ 3 സ്റ്റേജുകളാണ് ഉള്ളത്. ഫസ്റ്റ്, സെക്കൻഡ്, 4 സ്റ്റേജുകൾ. ഫസ്റ്റും സെക്കൻഡും തേർഡും ഫോർത്തും. ഫസ്റ്റ് സ്റ്റേജിൽ എന്താ പറഞ്ഞത്, ഡീലർ ബോത്ത് എൻ്റർ ഇൻറ്റു സ്വാപ്പ് എഗ്രിമെൻറ്റിൽ പറഞ്ഞ ആളുകൾ എന്ത് ചെയ്യാണ്, ബോറോ ചെയ്യാണ്, അല്ലെങ്കിൽ അത് അങ്ങോട്ട് കൂടെ മാറ്റുക എന്നുള്ളതാണ്. രണ്ടാമത്തെ പറഞ്ഞിട്ടുള്ളത് ഫസ്റ്റ് സ്റ്റേജിൽ ഇൻ ദ ഫസ്റ്റ് സ്റ്റേജ് ഓഫ് ഫേം ബോറോസ് യൂറോൻ്റെ അടിസ്ഥാനത്തിലൊക്കെ നമ്മൾ എത്രയാണ് ബോറോ ചെയ്തിട്ടുള്ളത് എന്ന് ആദ്യം നമ്മൾ നോക്കുക, ഇൻട്രസ്റ്റ് റേറ്റ്. രണ്ടാമത്തത് അങ്ങനെ ഇൻട്രസ്റ്റ് റേറ്റ് നോക്കിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യാണ്, ആ ഡീലറെ ഹെൽപ്പോട് കൂടിയിട്ട് ബാക്കിയുള്ള കാര്യം ചെയ്യാണ്. ദെൻ മൂന്നാമത്തെ പറഞ്ഞിട്ടുള്ളത് അവിടെ ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ് വിൽ ഫ്ലോ ലിബറൽ അടിസ്ഥാനത്തിൽ നമ്മൾ എന്ത് ചെയ്യാണ്, ഇൻട്രസ്റ്റ് റേറ്റ് റീപേ ചെയ്യാണ്.
ദെൻ നാലാമത്തത് പ്രിൻസിപ്പൾ ആർ എ എക്സ്ചേഞ്ച് പിന്നെ അവിടുത്തെ കോൺട്രി പാർട്ടീസ് പ്രകാരം ഇത് നമ്മൾ തിരിച്ചടക്കുന്നു എന്നുള്ളതാണ് കേട്ടോ. ഓക്കെ, ഇതിൻ്റെ ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഓൺ ചോയ്സ് ആണ്, അഥവാ നമുക്ക് ഇഷ്ടമുള്ള പോലെ നമുക്ക് ചെയ്യാം. ദെൻ അതുപോലെ കോസ്റ്റ് ഓഫ് ബോറോയിങ്സ് ഗെറ്റ്സ് റെഡ്യൂസ്ഡ്. ദെൻ അതുപോലെ കറൻസീസ് ഓഫ് ടൂള് ഹെഡ്ജിങ്, ഒരു ഫോറിൻ എക്സ്ചേഞ്ച് എക്സ്പോഷർ ആയുള്ള ഹെഡ്ജിങ് ആണ്. ഓക്കെ, നെക്സ്റ്റ് ലിബർ. ഇതുവരെ നമ്മൾ ലിബർ എന്ന് പഠിച്ചല്ലോ. ലിബർ എന്താ? ലിബർ സ്റ്റാൻഡ്സ് ഫോർ എ ലെൻഡർ ഇന്റർ ബാങ്ക് ഓഫേർഡ് റൈറ്റ് ആണ് കേട്ടോ. ഇത് നമ്മൾ ബാങ്കിൽ ലോൺ എടുക്കുമല്ലോ, ലണ്ടൻ ബാങ്കിൽ നിന്ന് ലോൺ എടുക്കാൻ വേണ്ടിയിട്ട് ഓഫർ ചെയ്യുന്ന അല്ലെങ്കിൽ അതിലേക്ക് ലീഡ് ചെയ്യുന്ന ഒരു റൈറ്റിനെയാണ് നമ്മൾ ലിബർ എന്ന് പറയുന്നത്, ലണ്ടൻ ബാങ്കിൻ്റെ അടിസ്ഥാനത്തിൽ. അപ്പം ലിബറിൽ എന്താണെന്ന് മനസ്സിലായല്ലോ ഏകദേശം അല്ലേ? ഇനി ലിബറിൽ എന്താണെന്ന് മനസ്സിലായില്ലേ? ഇന്റർ ബാങ്ക് റേറ്റ് ആണ് കേട്ടോ, ഒരു ബിഡ് റേറ്റ് ആണ്. സ്റ്റാൻഡ്സ് ഫോർ ലണ്ടൻ ഇന്റർ ബാങ്ക് ബിഡ് റേറ്റിനെയാണ് ലിബർ എന്ന് പറയുന്നത് കേട്ടോ. ഓഫർ റേറ്റ് ആണ് ലിബറിൽ. ദെൻ അതുപോലെ യൂറോ മാർക്കറ്റ് പ്രകാരം ഈ ഒരു എന്താണ് ലിബിഡ് പ്രകാരം കേട്ടോ. ലിബറും ഉണ്ട് ലിബിഡും ഉണ്ട്. ലിബറിനെ ഒന്നുകൂടെ മോഡിഫിക്കേഷൻ വരുത്തിയാണ് ലിബിഡ് കേട്ടോ. രണ്ട് ഇൻട്രസ്റ്റ് റേറ്റുകളാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിൽ ഹെഡ്ജിങ് സ്വാപ്സ് പറഞ്ഞാൽ ഈ ഒരു കറൻസി റിസ്കുകളെ ഹെഡ്ജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് ഇതിൽ വരുന്ന ഹെഡ്ജിങ് കേട്ടോ. ഈ ഒരു ഇതൊക്കെ ഒന്ന് നോക്കുക, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയാൽ മതി കേട്ടോ. ലയബിലിറ്റി ഇൻകം ഉണ്ടായിരിക്കും. ഇന്ത്യൻ ഫേം ഇൻട്രസ്റ്റ് റേറ്റ്, 2 ഇൻട്രസ്റ്റ് റേറ്റ് ഉണ്ടാവും. US അസറ്റ് ഇൻകം, ഇൻകം ഇന്ത്യൻ അസറ്റ്സ്, ലയബിലിറ്റി ഇങ്ങനെ ആണ് അത് വരുന്നത്. ജസ്റ്റ് ഒന്ന് നോക്കാനേ ഉള്ളൂ. നെക്സ്റ്റ് ഫോംസ് ഓഫ് ടൈപ്സ് ഓഫ് കറൻസിയാണ്. ഫിക്സ്ഡ് ഫോർ ഫ്ലോട്ടിംഗ് കറൻസി സ്വാപ്സ്, ഫിക്സ്ഡ് ഫോർ ഫിക്സ്ഡ് കറൻസി സ്വാപ്സ്, ഫിക്സ്ഡ് ഫോർ ഫ്ലോട്ടിംഗ് ഫോർ എ ഫ്ലോട്ടിംഗ് കറൻസി അമോർട്ടൈസേഷൻ ബേസിസ്. ഇത് നമ്മൾ പഠിച്ചതാണ്, അപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ, അത് തന്നെയാണ് ഇവിടെ കേട്ടോ പറഞ്ഞിട്ടുള്ളത്, ഞാനപ്പോൾ പറയുന്നില്ല. നെക്സ്റ്റ് അഡ്വാൻറ്റേജസ് എന്താണ്? ഒന്നാമത്തെ പറഞ്ഞിട്ടുള്ളത് ഫോറിൻ എക്സ്ചേഞ്ച് റിസ്കുകളെ ഹെഡ്ജ് ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശം. ദെൻ അതുപോലെ ടോട്ടൽ എമൗണ്ട് ഓഫ് ഫേംസ് ഓഫ് ക്യാഷ് ബോറോ, ഈ ഒരു എക്കണോമിക് സ്കെയിലിനെ ഫെസിലിറ്റേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുപോലെ ഓപ്പറേറ്റിംഗ് കോസ്റ്റ് റെഡ്യൂസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ദെൻ സർപ്ലസ് ഫണ്ടുകൾ മോസ്റ്റായിട്ട് എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ദെൻ അതുപോലെ ഓപ്പർച്യൂണിറ്റീസ് ഫോർ ആർബിട്രേജിന് മാക്സിമം ഓപ്പർച്യൂണിറ്റി എക്സ്പ്ലോയിറ്റ് ചെയ്യാനുള്ള ഒരു സാഹചര്യം കൂടെയുണ്ട്. ദെൻ അതുപോലെ ഇൻ്റഗ്രേറ്റിംഗ് വേൾഡ് ക്യാപിറ്റൽ മാർക്കറ്റിനുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഓരോ കാര്യങ്ങളും അതിൽ ഇമ്പോർട്ടൻ്റ് റോള് വഹിക്കാൻ പറ്റുന്നുണ്ട് എന്നുള്ളത്. ഇത്രയൊക്കെയാണ് അഡ്വാൻറ്റേജസുകളായിട്ട് പറയുന്നത്. ഇനി ഡിഫറൻസ് ബിറ്റ്വീൻ കറൻസി സ്വാപ്സ് ആൻഡ് ഇൻട്രസ്റ്റ് റേറ്റ് സ്വാപ്സ് ആണ്. ഒന്നാമത്തേത് നോക്കാം, ക്യാഷ് ഫ്ലോ എക്സ്ചേഞ്ച് ഇൻ എ സെയിം കറൻസിയിലാണ് ഇൻട്രസ്റ്റ് റേറ്റ് വരുന്നത്. കറൻസിയിൽ അതിന് 2 ഡിഫറൻസ് കറൻസിയിലാണ്. ഇത് സെയിം ആയിട്ടുള്ള കാര്യമാണ്, ഇൻട്രസ്റ്റ് റേറ്റിൽ മാത്രമാണ് ഇവിടെ എക്സ്ചേഞ്ച് സംഭവിക്കുന്നത്. നെക്സ്റ്റ് ദർ ഇസ് ഓൺലി 1 നോഷണൽ പ്രിൻസിപ്പൾ എമൗണ്ട്, ഒരു 1 നോഷണൽ പ്രിൻസിപ്പൾ എമൗണ്ടിൻ്റെ ബേസിലാണ്. ദെൻ 2 നോഷണൽ പ്രിൻസിപ്പൾ, 2 നോഷണൽ പ്രിൻസിപ്പൾ. കാരണം ഇവിടെ 1 നോഷണൽ നമ്മൾ പറഞ്ഞപ്പോൾ അരുണും വരുണും എത്ര രൂപയാണ് അവർക്ക് ലോൺ വേണ്ടത്? 90 ലക്ഷമാണ്. അപ്പോൾ ഈ 90 ലക്ഷം എന്ന് പറയുന്നത് രണ്ടാൾക്കും 90 തന്നെയാണ്. ബാക്കിയൊക്കെ സെയിം ആണ്, ഇൻട്രസ്റ്റ് റേറ്റ് മാത്രമാണ് വ്യത്യാസം വരുന്നത്. അവർക്ക് മാറ്റം ചെയ്യേണ്ടത്. അപ്പോൾ അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതാണ് 1 നോഷണൽ പ്രിൻസിപ്പൾ എമൗണ്ട്. മറ്റിടത്ത് 2 നോഷണൽ പ്രിൻസിപ്പൾ എമൗണ്ട് ആണ്. ദെൻ ഇവിടെ നോഷണൽ പ്രിൻസിപ്പൾ എമൗണ്ട് ഇവിടെ ചേഞ്ച് ആക്കുന്നേ ഇല്ല, മറ്റിടത്ത് എന്താണ് ചേഞ്ച് ആക്കുന്നുണ്ട്, അഥവാ എക്സ്ചേഞ്ച് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് നോ കൗണ്ടർ പാർട്ടി റിസ്ക് ആണ് ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത്. ഇവിടെ കൗണ്ടർ പാർട്ടി റിസ്ക് ഇൻവോൾവ് ആണ്. നെക്സ്റ്റ് ബെഞ്ച് മാർക്ക് എന്ന് പറയുന്നത് മിബർ ഫോർ എ ഡൊമസ്റ്റിക് സ്വാപ്സ് ആണ്. മിബർ ഡൊമസ്റ്റിക് സ്വാപ്സ് ആണ്. ബെഞ്ച് മാർക്ക് ഇതിൽ പറയുന്നത് ലിബറാണ്. ലിബർ മീൻസ് ലിബർഡ് കേട്ടോ. ഇത്രയാണ് ഇവിടെ പറയാനുള്ളത്. ഇനി നോക്കുക മീനിങ് ഓഫ് ഇക്വിറ്റി സ്വാപ്സ് ആണ്. ഇക്വിറ്റി സ്വാപ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്?
generally equity swaps have ended avoid transaction cost, limitation of leverage, and avoid local dividends tax. അതാദ്യം ഒന്ന് മനസ്സിലാക്കുക. ട്രാൻസാക്ഷൻ കോസ്റ്റും ഡിവിഡൻഡ് കോസ്റ്റും ഒക്കെ എന്താണ്, ഡിവിഡൻഡ് ടാക്സസും ഒക്കെ എന്താണ് അവോയ്ഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ ഇവിടെ ഇക്വിറ്റി സ്വാപ്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ടൈപ്സ് ഓഫ് ഫിനാൻഷ്യൽ ഡെറിവേറ്റീവ്സ് കോൺട്രാക്ട് വർക്ക് ടു ഇൻ എ കൗണ്ടർ പാർട്ടി ഓവർ ദ എഗ്രീഡ് ടു എക്സ്ചേഞ്ച് ഫോർ ഫ്യൂച്ചർ ക്യാഷ് ഫ്ലോ ആൻഡ് സെറ്റ് ഡേറ്റ്സ്. അല്ലെങ്കിൽ കോമൺലി ക്യാഷ് ഫ്ലോ ആർ കോമൺലി യൂസ്ഡ് ലെഗ്സ് ഓഫ് എ സ്വാപ്സ്. അപ്പോൾ ഇതിൽ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്, നമ്മുടെ ഫിനാൻഷ്യൽ ഡെറിവേറ്റീവ്സിൽ നമ്മൾ രണ്ട് കോൺട്രാക്ട് പാർട്ടീസിൽ രണ്ട് പേരുടെ ആ ഒരു എഗ്രിമെൻ്റ് ഉണ്ടല്ലോ, ആ എഗ്രിമെൻറ്റ് ഫ്യൂച്ചർ ഡേറ്റിൽ എന്ത് ചെയ്യാണ്, ഇത് സെറ്റാക്കി കൊടുക്കുക എന്നുള്ളതാണ് അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇതൊരു ഇക്വിറ്റി ഡെറിവേറ്റീവ്സുകൾ ഫിനാൻഷ്യൽ കോൺട്രാക്റ്റ് ആണെന്ന് കൂടെ മനസ്സിലാക്കുക. An equity swaps contract a derivative contract between two parties that involves exchange on one stream and leg. Equity based on a linked performance of a stock or equity index on another stream, fixed income, cash flow. It swaps a different interest rate of swaps. Okay. അത് മനസ്സിലാക്കി. ഇക്വിറ്റി ബേസിൽ വരുന്ന എക്സ്ചേഞ്ചുകളാണ് അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. നെക്സ്റ്റ് കമ്മോഡിറ്റി സ്വാപ്സ് ആണ്, അത് അടുത്ത ക്ലാസ്സിൽ നമുക്ക് പറയാം കേട്ടോ. ഓക്കെ.